അയ്യോ, ആ ഇവിടെ ഉണ്ടായിരുന്നല്ലേ? ആ ശേഖരൻ ഇവിടെ എത്തിയെന്ന് അറിഞ്ഞതുകൊണ്ടാ ഞാൻ ഓടി വന്നത്. എന്നെ മനസ്സിലായില്ലേ? മനസ്സിലായി. ഭാനുമതി അമ്മയല്ലേ? ആ അപ്പൊ ഓർമ്മയും ബുദ്ധിയൊന്നും പോയിട്ടില്ല. ഇല്ല, ഒന്നും മറക്കാത്തത് കൊണ്ടാ തിരിച്ചു വന്നത്. ഓ എന്തായാലും വല്ലാത്തൊരു പോക്കായി പോയി. ഗൾഫിൽ പോയി കാശുണ്ടാക്കി തിരിച്ചു വരൂന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എന്താ ഉണ്ടായേ? പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ഭാനുവമ്മേ. ശേഖര, എല്ലാം പറ. നിന്റെ ഭാഗത്തെ തെറ്റും ശരിയും എല്ലാരും അറിയണമല്ലോ. എന്റെ തെറ്റെല്ലാവർക്കും അറിയാം. ആ കാലത്ത് ശരിയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ തെറ്റ് ചെയ്യാതെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതാർക്കും കേൾക്കുകയും വേണ്ട. കേൾക്കാനല്ലേ ശേഖര ഞാൻ വന്നിരിക്കുന്നത്. നിനക്ക് എന്നോട് പറയാലോ. പറയാൻ ഭാനുവമ്മേ, എത്രത്തോളം പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും പറയാം. ഓ സുശീലേ, എന്താ ഇത്? പഴകിയ ആഹാരം അടുക്കള മുറ്റത്ത് കളഞ്ഞൂടെ? എന്തിനാ ഉമ്മറത്തേക്ക് കൊണ്ടുവരുന്നേ? ഇത് പഴകിയ ആഹാരമാണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞേ? നീ കൊണ്ടുവരുമ്പോഴേ എനിക്ക് പഴങ്കഞ്ഞി മണത്തു. ഓ, പഴങ്കഞ്ഞി അത്ര വലിയ കുഴപ്പമുള്ളൊന്നുമല്ല. ആരോഗ്യത്തിന് നല്ലതാ. പണ്ട് കുറെ കഴിച്ചിട്ടുള്ളതാണല്ലോ. അല്ല, ഇതിപ്പോ ആർക്കാ? ശേഖരനോ? ആ അതെ, ഇത് എന്നെ കൊടുക്കുന്നത് ഞാനായതുകൊണ്ടാ. സുശീലേ, ആ എന്താ? ഇത് ശരിയല്ല. നിനക്ക് ദൈവശാപം കിട്ടും. ഇവിടെ ഭക്ഷണത്തിന് മുട്ടൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ആഹാരം വെറുതെ കളയണമെന്നാണോ? ഇത് തിന്നാനേ ഇവിടെ പട്ടിയും പൂച്ചയൊന്നുമില്ല. പകരം കൊണ്ടുവന്ന് ഇരുത്തിരിക്കുക ദോ ഇയാളെ. ദോ തന്റെ പാത്രം ഇങ്ങെടുത്തേ. ആ പാത്രം ഇങ്ങെടുക്ക്.